മുണ്ടക്കൈ ചൂരൽമല വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തി നിയമസഭ. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേന്ദ്ര സഹായം ലഭിക്കാത്തത് ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. 15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് സഭയുടെ ആദരം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ പ്രത്യേകം പഠനം നടത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ദുരന്ത വാർത്ത അപ്രത്യക്ഷമായെന്നും സ്പീക്കറുടെ വിമർശനം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നതിന് ആവശ്യമായ പഠനം നടത്താനും തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനതയെ പൂർണ്ണമായും മാറ്റി പുനരധിവസിപ്പിക്കാൻ പാക്കേജും ആവശ്യമാണ്. ഇനിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ നടക്കേണ്ട ചർച്ചയല്ല ഇത്. അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന നിലയിൽ കണക്കുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്തിമോപചാരം. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികളും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കേന്ദ്ര സഹായം വൈകുന്നതിനെ വിമർശിച്ചു. താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. ഇനിയൊരു ദുരന്തമുണ്ടാകാതെ തങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമെന്ന് സ്ഥലം MLA T സിദ്ദീഖ്. നമ്മുടെ ഉത്തരവാദിത്തം ഇനിയൊരു ദുരന്തം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ നടപടികളാണ്. വയനാട് ദുരന്തമെന്ന് പറയാതെ ചൂരൽമല ദുരന്തമെന്ന് പറയാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി K രാജന്റെ അഭ്യർത്ഥന. വയനാട് എന്ന് തുടർച്ചയായിട്ടുള്ള പ്രയോഗങ്ങൾ വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൽ പോലും പ്രയാസമുണ്ടാകുന്നു എന്ന പൊതുസമൂഹത്തിന്റെ അഭ്യർത്ഥന കൂടി കണക്കിലെടുത്തുകൊണ്ട് ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം.